നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വന്നിട്ട് യൂട്യൂബിൽ നിന്നും പണം ലഭിക്കുന്നത് എങ്ങനെ യൂട്യൂബിൽ നിന്നും മണി ഏൺ ചെയ്യാം എന്ന വിഷയത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പ്രധാനമായും ഇത് ബിഗിനേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് യൂട്യൂബിൽ വരുന്ന എല്ലാവർക്കും ഉള്ള ഒരു സ്വപ്നം എന്താണത്? 4000 പബ്ലിക് വാച്ചവേഴ്സ്, 1000 സബും. കാരണം കൂടുതൽ പേര് ഇപ്പോൾ ഷോർട്സ് ചാനൽ വഴി മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാളും ഈ ലോങ് വീഡിയോസ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഈ പണം എങ്ങനെയാണ് നമ്മുടെ ബാങ്കിലേക്ക് വരുന്നത്? അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് മുൻകൂട്ടി അറിയാനായിട്ടാണ് ഈ വീഡിയോ വഴി അത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. പെട്ടെന്ന് ഇത് മനസ്സിലാവുന്ന രീതിയിൽ ചുരുക്കി പറയാം. ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, വീഡിയോസ് അപ്ലോഡൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും 4000 അവേഴ്സ്, 1000 സബ്, ഈ 2 ക്രൈറ്റീരിയ ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ചു കാലം മുമ്പ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന ഒരു കാര്യമുണ്ട്. 500 സബും 3000 വാച്ചവേഴ്സും. പക്ഷേ അതിന് വലുതായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. കാരണം ഇതൊക്കെ വന്നിട്ട് സൂപ്പർ ചാറ്റ് എനേബിൾ ആകാനും പിന്നെ സൂപ്പർ ചാറ്റൊക്കെ അങ്ങനെ ആരും തരാൻ സാധ്യതയൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല മെമ്പർഷിപ്പിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിലും ഈ വീഡിയോസൊക്കെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് ആരെങ്കിലും വരുള്ളൂ. അപ്പോൾ ബിഗിനറായിട്ട് വരുന്നവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഫുൾ മോണിറ്റൈസേഷൻ കിട്ടുന്ന കാര്യത്തിൽ തന്നെയാണ്. കാരണം ഈ വാച്ച് പേജ് ആഡ്സ്, ഷോർട്സിൻ്റെ, പിന്നെ സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, ഇതൊക്കെ എനേബിൾ ചെയ്തിട്ടും മുമ്പോട്ട് പോകുന്നതാണ്. അതിനായിട്ട് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഈ 4000 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇതിൽ ഡോളർ കയറുന്നത് എന്ന് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകാറുണ്ട്. അതായത് സാധാരണ ഈ 2 ലക്ഷം വ്യൂസൊക്കെ ചാനൽ മോണിറ്റൈസ് ആകുന്നതിന് മുമ്പ് പലർക്കും ഒരുപാട് വ്യൂസ് 2 ലക്ഷമോ 2000മോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ ആ ഒരു വ്യൂസിന് മുമ്പ്, മോണിറ്റൈസ് ആകുന്നതിന് മുമ്പ് കിട്ടിയിട്ടുള്ള വ്യൂസിനൊക്കെ ഡോളർ കയറുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴാണോ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആകുന്നത് അവിടെ മുതൽ പഴയ വീഡിയോ ആയാലും പുതിയ വീഡിയോ ആയാലും ശരി, ആഡൊക്കെ ഓടുമ്പോഴേക്കും മോണിറ്റൈസ് ആകുന്നതിന് ശേഷം വരുന്ന വ്യൂസിന് മാത്രമേ ഏണിങ്സ് ലഭിക്കുകയുള്ളൂ. പിന്നെ സാധാരണ വ്യൂസൊക്കെ വരികയാണെങ്കിൽ ഏണിങ്സ് കാണിക്കാനായിട്ട് കുറച്ച് ഡിലേ ആകും. ഒരു 2 ദിവസം കഴിഞ്ഞാലൊക്കെ ഡോളർ നിങ്ങൾക്ക് കാണിക്കുകയുള്ളൂ. അപ്ഡേറ്റൊക്കെ ആകാനായിട്ട് അതിന് കുറച്ച് സമയമാകും. ഒരുപാഡ് പേർക്ക് തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഈ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചാനൽ മോണിറ്റൈസ് ആയി, ആഡൊക്കെ എനേബിൾ ചെയ്തു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് എപ്പോഴും 8 മിനിറ്റിൽ കൂടുതൽ വീഡിയോയ്ക്ക് മിഡ് റോൾസ് ആഡൊക്കെ ഇട്ടതിന് ശേഷം അതിൽ ചെക്കിംഗ് എന്ന ഓപ്ഷൻ ഒക്കെ വരും. അത് കംപ്ലീറ്റ് ചെയ്യണം. ചെക്കിംഗ് അതിന് ശേഷം മാത്രമേ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ചെക്കിംഗ് കംപ്ലീറ്റ് ആകാതെ വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്താൽ ആ ചെക്കിങ് കംപ്ലീറ്റ് ആകുന്നത് വരെ നിങ്ങളുടെ വീഡിയോസ് ഓടിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ റവന്യൂ, അതിൽ നിന്ന് വരുന്ന റവന്യൂ അത് നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് ഈ ചെക്കിങ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് വിശദമായി പറഞ്ഞത്. 2 ടിക്ക് മാർക്ക് വരും. പിന്നെ കോപ്പിറൈറ്റ് ക്ലെയിം ഒന്നുമില്ല എന്നുള്ളത് ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത്തേത്, ചെക്കിങ്ങിൽ നിങ്ങളുടെ വീഡിയോസിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഈ 2 കാര്യങ്ങളിൽ ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അത് പബ്ലിക് ആക്കുകയാണെങ്കിൽ പിന്നീടുള്ള റവന്യൂസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ചെക്കിംഗ് പ്രോപ്പറൊക്കെ ആയി നിങ്ങൾക്ക് ടിക്ക് മാർക്കൊക്കെ വന്നതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്യുക. ആ ഒരു കാര്യം പ്രധാനമായിട്ട് എല്ലാവരും അറിയാനുള്ളതാണ്. ഏതൊരു മാസത്തിൻ്റെയും ഡോളർ കണക്കാക്കിയിട്ട് ആ ഒരു എമൗണ്ട് ആഡ്സെൻസിൽ ആഡ് ആകുന്നത് അടുത്ത മാസം ഏതാണ്ട് ഒരു 10-ാം തീയതിയൊക്കെയാണ്. ഈ ആഡ്സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഗൂഗിളിൻ്റെ തന്നെയാണ് ഈ ആഡ്സെൻസ്. ഇതുവഴിയാണ് നമ്മളുടെ ചാനൽ ലിങ്കായി പേയ്മെൻറ്റും ബാങ്കിങ് ഡീറ്റെയിൽസും വെരിഫിക്കേഷനും ഒക്കെ ചെയ്യുന്നത്. ഈ യൂട്യൂബും ആഡ്സെൻസും എല്ലാം തന്നെ ഗൂഗിളിൻ്റേത് തന്നെയാണ്. അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഈ 2ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആഡ്സെൻസ് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യണം. ആ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കമൻസ് ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷവും നന്ദിയും
അറിയിക്കുന്നു. തുടർന്ന് അടുത്ത വീഡിയോയിൽ ഇതുപോലെ എല്ലാ ദിവസവും കഴിയുന്നതും അപ്ലോഡ് ചെയ്യുന്ന ദിവസം മിക്കവാറും സൺഡേസ് മാത്രം വീഡിയോസ് വരില്ല. മറ്റു ദിവസങ്ങളിലൊക്കെ രാവിലെ 9 മണിക്ക് പണ്ടത്തെ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നാലും ഇല്ലെങ്കിലും വീഡിയോസ് വന്നോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, വീഡിയോ കാണുക. അടുത്ത വീഡിയോയിൽ ഇനിയും നമ്മൾക്ക് ഇതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.